ധനപ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തെ വട്ടം കറക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ വർഷം കേരളത്തിന് എടുക്കാവുന്ന വായ്പ 37,512 കോടിയാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ടി അതിൽ നിന്ന് 5,000 കോടി അത്യാവശ്യമായിട്ട് കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് കേരളം കേന്ദ്രത്തെ സമീപിച്ചു. പക്ഷെ 5,000 കോടി എടുക്കാൻ സമ്മതിച്ചില്ല. 3,000 കോടി മാത്രം എടുക്കാനാണ് സമ്മതിച്ചത്. ആ 3,000 കോടി എടുത്തു. തൽക്കാലത്തേക്ക് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് മെയ് മാസത്തിലെ ശമ്പളവും പെൻഷനും ഒക്കെ ഒരു തരത്തിൽ കൊടുത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ധാരാളം കുടിശ്ശിക, പഴയ കുടിശ്ശികകൾ കൊടുക്കാനുള്ളതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അതുപോലെ ഇതാ സാമൂഹിക സുരക്ഷാ പെൻഷൻ 1,600 രൂപ വീതമുള്ള 7ാമത്തെ ഗഡു ആകാൻ പോവുകയാണ് കുടിശ്ശിക ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നില്ല നിങ്ങൾക്ക് അടുത്ത കടം എപ്പോഴെടുക്കാം. നിങ്ങൾക്ക് അത് പറയണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാർ കടം എടുക്കാൻ തുടങ്ങുന്നത് അതായത് ഡിസംബർ വരെ എന്തുമാത്രം കടമെടുക്കാം, 2024 ഡിസംബർ വരെ എന്തുമാത്രം കടമെടുക്കാം എന്നുള്ള ഒരു 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 എന്താണ് പറയുക, ഒരു ധാരണ കേന്ദ്രത്തിൽ നിന്നുണ്ടാകണം. അങ്ങനെ കേന്ദ്രത്തിൽ നിന്നുണ്ടായാൽ അത് പ്രതിമാസം എത്ര വെച്ചെടുക്കണം എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് മുൻപോട്ട് പോകാൻ പറ്റും. ഇത് ആവശ്യപ്പെട്ട് ഒരു കത്ത് കൊടുത്തു ധനവകുപ്പ്. പക്ഷേ ഇതുവരെയും അതിനുള്ള റിപ്ലൈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് പറ്റുന്നത്? കേരളം ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സംസ്ഥാന ഗവൺമെന്റിന് 146 ഓവർ ഡ്രാഫ്റ്റുകൾ എടുക്കാം. അതായത് ഒരു ക്വാർട്ടർ ഇയറിൽ 36 പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇപ്പോ കേരളം ഓവർ ഡ്രാഫ്റ്റിലാണ്. ഓവർ ഡ്രാഫ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. 14 ദിവസത്തിനകം ഓവർ ഡ്രാഫ്റ്റും അതിന്റെ പലിശയും കൂടി റിസർവ് ബാങ്കിൽ തിരിച്ചടച്ചിരിക്കണം. വീണ്ടും നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അങ്ങനെ 36 തവണ ഒരു ക്വാർട്ടർ എന്ന് വെച്ചാൽ 3 മാസ കാലത്തിനകത്ത് 36 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അപ്പൊ ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റിലാണ്. അത് തിരിച്ചടക്കേണ്ട ദിവസം അടുത്ത് വരികയാണ്. അപ്പോഴേക്കും കേന്ദ്രത്തിൽ നിന്ന് 1,500 കോടി നികുതി വകയായിട്ട് കിട്ടിയിരിക്കുന്നു. അത് കൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ തൽക്കാലത്തെ പ്രശ്നം തീരും. പക്ഷേ ഒന്നുകിൽ അടുത്ത ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം. അടുത്ത ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ പോലും അതുകൊണ്ട് ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ദുർഘട സന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പോ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഡിസംബർ വരെ എന്തുമാത്രം വായ്പ എടുക്കാം എന്ന കാര്യത്തിൽ കൃത്യതയോടെ പറയാത്തത്? ഇനിയിപ്പോ ഈ മാസം, അതായത് എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴിയായിട്ട് ഓരോ സംസ്ഥാനത്തിനും വായ്പ എടുക്കാവുന്നത്. അപ്പോ ചൊവ്വാഴ്ച വായ്പ എടുക്കാൻ പറ്റണമെങ്കിൽ ചൊവ്വാഴ്ച മാത്രമാണ് ആ കൗണ്ടർ വഴി വായ്പ എടുക്കാവുന്നത്. അതിന് തലേ വെള്ളിയാഴ്ച അതിനുള്ള എന്താണ് പറയുക, പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തിരിക്കണം. ആ പേപ്പേഴ്സ് ഒന്നും ഇന്നാണ്, അതായത് അടുത്ത ചൊവ്വാഴ്ചയാണ് 28-ാം തീയതി ചൊവ്വാഴ്ച, അതായത് ജൂൺ മാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഈ 28-ാം തീയതി. ഇന്നാണ് അതിന്റെ തലേ വെള്ളിയാഴ്ച 24-ാം തീയതിയായ ഇന്ന്. അപ്പൊ ഇന്നെങ്കിലും അതിനുള്ള പേപ്പേഴ്സ് മൂവ് ചെയ്താൽ മാത്രമേ 28-ാം തീയതി നമുക്ക് ഈ വായ്പ എടുക്കാൻ പറ്റൂ. പക്ഷെ അത് പറ്റില്ല. കാരണം ഇതുവരെയും കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. കേന്ദ്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് ഈ ക്ലിയറൻസ് കൊടുക്കാൻ? കാരണം സംസ്ഥാനത്തിന്റെ ബുദ്ധിമുട്ട് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വരെ കഴിഞ്ഞ വർഷം പോയതാണ്. ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രത്തിന് അറിയാം, സുപ്രീം കോടതിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു മിണ്ട നയം തുടർന്നുകൊണ്ടിരിക്കുന്നത്? അതിന് നമുക്ക് ഊഹിക്കാവുന്ന കാരണങ്ങൾ. ഒന്ന്, കേരളം കിഫ്ബി വഴി എടുത്ത കടം ഇനി എത്ര തിരിച്ചടയ്ക്കാനുണ്ട്? അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്ത കടം എത്ര തിരിച്ചടയ്ക്കാനുണ്ട്? ഇങ്ങനെയുള്ള തിരിച്ചടവുകളൊക്കെ എത്രയുണ്ട് എന്ന് കണ്ട് അതിനുവേണ്ടി അലവൻസ് ഒക്കെ നാം നേരത്തെ സൂചിപ്പിച്ച 37,512 കോടി നമുക്ക് ഈ വർഷം കടമെടുക്കാവുന്ന
ആ 37,512 കോടിയിൽ നിന്ന് എത്ര കിഴിവ് ഇട്ടിട്ട് വേണം നമ്മുടെ യഥാർത്ഥ കടം വാങ്ങൽ ശേഷി നിശ്ചയിക്കാൻ? ഇതൊക്കെ അറിയാനുള്ള കാലതാമസമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ ഈ മാസത്തെ ശമ്പളവും പെൻഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തെ ശമ്പളവും പെൻഷനും ഒക്കെ 1-ാം തീയതി ഒക്കെ ആവുമ്പോഴത്തേക്കും കൊടുക്കണം. ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നവർ മാത്രമാണോ? 22,000 പേര്, അതിലെ 15,000-ത്തിലധികം പേര് ഈ ജൂൺ 30-ന് തന്നെ റിട്ടയർ ചെയ്യുന്നു. അങ്ങനെ റിട്ടയർ ചെയ്യുന്നവർക്ക് തന്നെ കൊടുക്കേണ്ടത് എന്തുമാത്രം പണമാണ്? 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൂടെ കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞ് കിട്ടേണ്ടവർക്ക് 15 ലക്ഷം, ഏറ്റവും കൂടി കിട്ടേണ്ടവർക്ക് 80 ലക്ഷം വരെയുള്ള തുക എന്ന് വെച്ചാല് ഒരു 8,000 കോടി മുതൽ 10,000 കോടി വരെ ഉണ്ടെങ്കിലേ ഈ റിട്ടയറീസിന് തന്നെ ഇപ്പോൾ സമാധാനത്തോടെ റിട്ടയർ ചെയ്തു പോകാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓർക്കണം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്. അപ്പൊ ആരുടെ ഭാഗത്താണ്? ശമ്പളവും പെൻഷനും കിട്ടാത്തതാണോ? സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാത്തതാണോ? റിട്ടയർ ചെയ്യുമ്പോൾ 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ കിട്ടേണ്ടവർക്ക് അത് കിട്ടാത്തതാണോ? ഏതാണ് കൂടുതൽ ദുഃഖകരമായ അവസ്ഥ? ആരുടെ കൂടെയാണ് സമൂഹം നിൽക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടേണ്ടവരുടെ കൂടെയാണ് സമൂഹം നിൽക്കേണ്ടത് എന്ന്. കാരണം എന്താണ്? ഇപ്പോൾ ഭക്ഷ്യ വിലക്കയറ്റം 8.73% എത്തിയിരിക്കുകയാണ് ഭക്ഷ്യ വിലക്കയറ്റം. അതായത് റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവസാനത്തെ പഠനം അനുസരിച്ച് ഉപഭോക്തൃ വില നിലവാരം മോണിറ്ററി പോളിസി കമ്മിറ്റി ആഗ്രഹിച്ചതുപോലെ 4.83% നിൽക്കുകയാണ്. അതായത് ഉപഭോക്തൃ വില നിലവാരം 4-നും 6-നും ഇടയ്ക്ക് പിടിച്ചു കെട്ടുക. അതായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് കാലത്ത് 2020 എടുത്ത നയം. ആ നയം ഫോളോ ചെയ്ത് അത് അങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കെല്ലാം നമ്മുടെ സാമ്പത്തിക നയങ്ങൾക്ക്, സംസ്ഥാനത്തെയും കേന്ദ്രത്തിന്റെയും ഒക്കെ നയങ്ങൾക്ക് പറ്റി. പക്ഷേ ഭക്ഷ്യവിലക്കയറ്റം എല്ലാവരുടെയും കരുതലുകളും ഒക്കെ പൊട്ടിച്ച് പുറത്തുപോയി. ഭക്ഷ്യവിലക്കയറ്റമാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ച്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച് ഭക്ഷ്യവിലക്കയറ്റമാണ് വലിയ അടി, കനത്ത തിരിച്ചടി നൽകുന്നത്. അത് എത്രയായെന്നാ ഞാൻ പറഞ്ഞത്? 8.7% എത്തി നിൽക്കുകയാണ് ഭക്ഷ്യവിലക്കയറ്റം. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഈ പാവപ്പെട്ടവർക്ക് റേഷൻ ഭക്ഷ്യധാന്യവും അതുപോലെ ചില പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടാവും. വളരെ ചുരുക്കമാണ്. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു, മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്നു, 13 ഉൽപ്പന്നങ്ങൾ വില കുറച്ച്, അതായത് 2016 നിലനിന്ന വിലയ്ക്ക് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പാളിപ്പോയി. സിവിൽ സപ്ലൈസ് അടച്ചുപൂട്ടേണ്ട അവസരത്തിലെത്തി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴേക്കും ഈ 13 ഉൽപ്പന്നങ്ങളിൽ നിന്ന് കുറെ എല്ലാം പുറത്തെറിഞ്ഞ് ആകെ 5-6 ഉൽപ്പന്നങ്ങളിലേക്ക് ഒതുങ്ങുന്നു സിവിൽ സപ്ലൈസ് വില കുറച്ചു കൊടുക്കുന്നത്. വില കുറച്ചത് എന്ന് പറയുന്നത് തന്നെ 100 മുതൽ 150% വരെ വില വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. അതുപോലും സിവിൽ സപ്ലൈസിൽ ലഭ്യമല്ല എന്നാണ് പലപ്പോഴും നാം കേൾക്കുന്നത്. അപ്പോൾ ഇത് ആരെയാണ് ഈ വിലക്കയറ്റം അതുപോലെ തന്നെ കേരളത്തിന്റെ ധനപ്രതിസന്ധി വലയ്ക്കുന്നത്? അതായത് അരി ഉണ്ട് പക്ഷെ കറി വെക്കാൻ ഒന്നുമില്ല എന്ന് വിലപിക്കുന്ന 60+ പോപ്പുലേഷന്. ഈ 60+ പോപ്പുലേഷന്റെ കാര്യം എടുക്കുമ്പോൾ നാം ഓർക്കണം, ഇന്ത്യയിൽ 60+ പോപ്പുലേഷൻ വെറും 7%. പക്ഷേ കേരളത്തിൽ അത് 17%. അങ്ങനെ 17% 60+ പീപ്പിൾ ഉള്ള ജനസംഖ്യയുള്ള കേരളത്തിൽ ഈ ഇവരുടെ ആ വാർദ്ധക്യം ആരോഗ്യകരമായ വാർദ്ധക്യമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് അരി മാത്രം കിട്ടിയാൽ പോരാ. അതോടൊപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കിട്ടണം. പ്രോട്ടീൻ മാത്രമല്ല, മാംസ്യം, കാർബോഹൈഡ്രേറ്റ്സ്, ഇതെല്ലാം ഉള്ള പോഷക സമൃദ്ധമായ ആഹാരമാണ്. വലിയ തോതിൽ ലാർജ് ക്വാണ്ടിറ്റി വേണ്ട, പക്ഷേ അത് ഇങ്ങനെ പോഷക സമൃദ്ധമായ ആഹാരമാണ് 60+ പോപ്പുലേഷന് ലഭ്യമാകേണ്ടത്. അങ്ങനെ ലഭ്യമായാൽ മാത്രമേ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടൂ. അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.
അപ്പൊ അവരുടെ കൂടെയാണ് എപ്പോഴും സർക്കാർ നിൽക്കേണ്ടത്. അവരുടെ കൂടെയാണ് നിൽക്കാൻ സർക്കാർ മറന്നു പോകുന്നത്. ആ മറവിക്ക് എന്താ പറയുക, ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഉത്തരം കൊടുക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.